ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ക്രിസ്മസിനൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ്. നമ്മൾ ഇതുപോലെ ഈ ഒരു മെറ്റാലിക്കിൻ്റെ കമ്പി വയർ, അതായത് ഇതുപോലത്തെ കമ്പിയുടെ ഹെയർ ബോസ് നമുക്ക് സ്റ്റോറുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഏത് സ്റ്റോറാണ് കുറച്ചുകൂടെ ട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്നത് അവിടെ നിന്ന് വാങ്ങിക്കുക. അപ്പം ഞാനിത് മോത്തിയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് പശ തൂത്തിട്ട് ആ ഒരു ബീഡ് ക്യാപ്പ് നമ്മൾ ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ ക്രിസ്മസ് തീമിൽ റെഡും വൈറ്റും ആ ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു ഹെയർ ബോ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു ക്രിസ്മസിൻ്റെ കാലയളവിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒക്കെ നമുക്ക് ചെറിയ രീതിയിലും ഒക്കെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഹെയർ അക്സസറിയുടെ ആ ഒരു സംഭവമാണ്. ഇപ്പം നമുക്കൊരു 100 രൂപയ്ക്കാണെങ്കിലും 200 രൂപയ്ക്കാണെങ്കിലും 300 രൂപയ്ക്കാണെങ്കിലും നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സാധനങ്ങൾ മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഒരുപാടങ്ങ് വാങ്ങിച്ചങ്ങ് കൂട്ടാതെ നമ്മൾ ആദ്യം എന്താണ് ആൾക്കാർക്ക് വേണ്ടത്, കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് പിന്നീട് പതുക്കെ അതിന് നമ്മൾ ഏതെങ്കിലും ഒരു മോഡൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒരു മോഡൽ നമ്മൾ 2-3 എണ്ണം ഉണ്ടാക്കിയിട്ടിട്ട് നമ്മളത് പോസ്റ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സ് വരുന്നതനുസരിച്ച് ഓർഡർ കിട്ടുന്നതനുസരിച്ച് പിന്നെ സാധനങ്ങൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്. കാരണം ഒരുപാട് നമ്മൾ എടുത്തു കഴിഞ്ഞ്, കാരണം ഈ ഒരു ക്രിസ്മസിൻ്റെ സെയിൽ എന്ന് പറഞ്ഞേക്കുന്നത് ഏകദേശം ഇനി നെക്സ്റ്റ് ഒരു 22-ാം തീയതി ആ ഒരു സമയം വരെ മാത്രമേ കാണത്തുള്ളൂ. അപ്പം അതിന് മുമ്പ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു അത്രയും ടൈമിൽ നമുക്ക് എത്രത്തോളം സെയിൽ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് ഇരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് അഴുക്കായി പോകുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമുക്ക് നെക്സ്റ്റ് നല്ല രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വർഷം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ഇതുപോലെ കുറച്ച് ബീഡ്സ് ഇതിങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് പല പല കളർ, ഇപ്പം നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടെങ്കിൽ അത് വേണേ അതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി ഗ്ലിറ്റർ ട്യൂബ് നാളെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യുക, അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡൽ. ഇപ്പോൾ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു വർക്കിൻ്റെ പെർഫെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് കൊണ്ട് കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ അതോർത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വർക്കിൽ നമുക്കൊരു കോൺഫിഡൻസും നമ്മുടെ വർക്ക് പെർഫെക്റ്റ് ആണ്, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന വർക്കാണെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഈ ഒരു പശ വെച്ചിട്ട് ഈ ബീഡ് ക്യാപ്പ് ഒട്ടുന്നില്ലെങ്കിൽ ഫ്ലെക്സ് ക്യുക്ക് എന്ന് പറഞ്ഞൊരു പശയുണ്ട്, ഫെവി ഓൾ ഫിക്സ് അങ്ങനത്തെ പശകളൊക്കെ ഉണ്ട്. ആ പശ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ, ഒരുപാടങ്ങ് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബീഡ്സിൻ്റെ കളറ് പോകും. ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ഒടിയാതെ അവിടെ ഇരുന്നോളും. ചിലപ്പോൾ ഈ ഫെവി ബോണ്ടിൻ്റെ പശ ആണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അതും ചിലപ്പോൾ ഒട്ടാത്ത കേസുകളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന പശ ഏതാണ് ഉപയോഗിക്കുന്നത്, ഏത് പശയാണ് നല്ലത്. അപ്പം എനിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഫെവി ബോണ്ടാണ്. നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുന്നു വെച്ചാൽ ആ പശ എടുത്ത് ഉപയോഗിക്കുക. ഞാൻ പറയുന്നത് കേട്ട് കണ്ണ് അടച്ചങ്ങ് ഉപയോഗിക്കരുത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസും ഇതൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം നിങ്ങളിപ്പോൾ ഷോപ്പിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി പർച്ചേസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് വീണ്ടും വാങ്ങിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയെങ്കിലേ നമുക്ക് ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. പിന്നെ ഇത് എങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞില്ല. സെയിലിങ്ങിൻ്റെ ഓപ്ഷൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്. മാക്സിമം നിങ്ങളുടേതായ രീതിയിൽ പ്രോഡക്ട്സിനും അതുപോലെ തന്നെ ബ്രാൻഡിനും ഹൈപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സെയിൽ ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ നമുക്കിപ്പം വാട്സപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടുക, FB ഉണ്ടെങ്കിൽ FBയിൽ സ്റ്റാറ്റസും പോസ്റ്റും വീഡിയോസൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ അത് പബ്ലിക് ആക്കിയിട്ട് വീഡിയോസും റീൽസും
പോസ്റ്റും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. നമ്മുടേതായ രീതിയിൽ എന്തൊക്കെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ കൊണ്ടുവരിക. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഇപ്പോൾ ഒരാൾ ഇറക്കുന്ന അതേ മോഡൽ തന്നെ നമ്മൾ വീണ്ടും ഇറക്കി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ ഒരു വെറൈറ്റി അവിടെ നഷ്ടപ്പെടും. അപ്പം നമ്മൾ അതിനെക്കാട്ടിലും കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കാട്ടിലും കുറച്ച് വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ തിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരാൾ ഇറക്കുന്ന അതേ പ്രോഡക്റ്റും അതേ ഡിസൈനും അതേ ബീഡ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽ നടക്കുമെന്ന് എനിക്ക് പറയാൻ ചാൻസ് ഒന്നുമില്ല. കാരണം അത് ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടമാണതൊക്കെ. അപ്പോൾ നമ്മൾ വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സെയിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റിൽ കാണാത്ത ഐറ്റംസൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഹൈപ്പ് കൊടുത്ത് ഇറക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സെയിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേറൊരാളുടെ ഡിസൈൻ എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് നമ്മുടെ ഒരു ഡിസൈൻ പൊട്ട ഡിസൈൻ ആണെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ആ ഒരു ഡിസൈൻ സെയിലായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന എന്തൊക്കെ ഡിസൈൻസ് ഉണ്ടോ അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക. പിന്നെ മാക്സിമം നമ്മൾ നെറ്റൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക, വെബ്സൈറ്റുകളും ഗൂഗിളും ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എഫേർട്ടും ആ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് അറിയുമ്പോഴാണ് ഇപ്പം വില എങ്ങനെ ഇടുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ എപ്പോഴും എക്സ്പെൻസ് നോക്കിയിട്ടാണ് എനിക്ക് ചെറിയൊരു ലാഭം കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ വില ഇടുന്നത്. നിങ്ങൾക്കും അങ്ങനെ വേണമെങ്കിൽ ഇടുന്നതാണ്. അത് വേറെ ആളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ വില പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ വേറെ ആളുടെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ല. അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടേതായ രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, വില കൂട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടേതായ എക്സ്പെൻസ് മുടക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വില സ്വന്തമായിട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമ്മളിത് പഠിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകരിക്കുമെന്നും ഇഷ്ടപ്പെടുമെന്നും യൂസ്ഫുൾ ആകുമെന്നും വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കൂടുതലായിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ബായ്.